അപ്പോൾ നമ്മൾ KSC ഇൻ്റർനാഷണൽസിൻ്റെ ഒരു ചാർട്ടാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അതുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ ചാർട്ട് സ്റ്റാർട്ടായേക്കുന്ന ഒരു 2006 സംതിങ്ങിലാണ് സ്റ്റാർട്ടായേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കുറച്ച് നാൾ ഈ ഒരു റെസിസ്റ്റൻസിൽ നല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കിടന്നിട്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ നിന്നെന്ന് പറഞ്ഞാൽ പിന്നാണ് ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഷെയറിൻ്റെ ഒരു പബ്ലിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 2017 ഒരു 2006 മുതൽ 2017 വരെ ഇവിടെ കിടക്കുമായിരുന്നു. പിന്നെ അവിടെ ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് തന്നിട്ടുണ്ട് ഇതുവരെ. അപ്പം ആ ഒരു ഏരിയയിൽ ഇപ്പോൾ ബ്രേക്കിൽ നിന്നൊക്കെ വാങ്ങിച്ചവർക്കൊക്കെ നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് മൂവ് ചെയ്യുന്നത് ഈ ഒരു ചാനലിനകത്താണ്. ഈ ഒരു ബ്ലൂ കളറിൽ വരച്ചേക്കുന്ന ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് അതിനകത്തൊരു ചാനലിനകത്താണ് തന്നെ ഈ ഒരു മൂവ്മെൻറ്റാണ് തന്നേക്കുന്നത്. നമുക്കത് ക്ലിയറായിട്ട് കാണാം. പിന്നെ ഇപ്പോഴുള്ള കറൻ്റ്ലി ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് കണ്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കാണാം. ഈ ഒരു റെഡ് കളർ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വേറൊരു റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ട്രയാങ്കിൾ പോലെ, ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റത്തില്ല, പ്രോപ്പർ ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും ഏതാണ്ട് അതുപോലത്തെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ട് ചെറിയൊരു ബ്രേക്ക് ഔട്ട് പോലെ തന്നിട്ടുണ്ട്. താഴെ അത്യാവശ്യം വോളിയം ഉണ്ട്. പിന്നെ ഇവിടെ ഇച്ചിരി ഒരു ക്യാൻഡിൽ അത്രയ്ക്ക് നല്ലൊരു ക്യാൻഡിലല്ലേ ഇത്, പക്ഷെ ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പം മിക്കവാറും അതൊരു റീടെസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് നാൾ ഇങ്ങനെ കളിച്ചിട്ട് ചിലപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോലെ ഇങ്ങനെ ഫോം ആയിട്ട് പിന്നെ അത് മുകളിലോട്ട് പോകാനൊരു ചാൻസ് കാണുന്നുണ്ട്. നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് പോകാം. അതിന് മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ നിന്നിരിക്കും. കാരണം ഒരു വീക്കിലി ടൈം ഫ്രെയിം ആയതുകൊണ്ട് ഇപ്പോൾ ഡെയിലി നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് തന്നെ മടുത്തുനിന്നിരിക്കും. കാരണം എന്നാലും നമ്മൾ എൻട്രി എടുക്കുന്നവർ അല്ലെങ്കിൽ കയ്യിലുള്ളവർ എപ്പോഴും നമ്മുടെ ഒരു വ്യൂവിനനുസരിച്ചിട്ട് മാത്രമേ മൂവ് ചെയ്യാവൂ. അതായത് ഒന്നുകിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതി വേണം നമ്മളെപ്പോഴും അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ് നമുക്ക് തരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് വന്നേക്കാവുന്നുണ്ട്. കാരണം ഈ ഒരു റെസിസ്റ്റൻസ് വരെ തൊട്ട് മുകളിലുള്ള ആ റെസിസ്റ്റൻസ് വരെ നമുക്ക് തരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും പിന്നെ അത് വരാനുള്ള ചാൻസ്. പിന്നെ ഇത് ബ്രേക്ക് ചെയ്ത് വേണം മുകളിലോട്ട് പോയാൽ ഒരുപാട് മുകളിലോട്ട് സാധ്യത കിട്ടിയേക്കും. പക്ഷെ എന്നിരുന്നാലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കാനുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് കരുതിയിരിക്കണം. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് തന്നെ വേണം എപ്പോഴും ജസ്റ്റ് കയറാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നിങ്ങളിപ്പം ഒരു താന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ അത് എപ്പോഴും ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് വേണം കയറാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ടാർഗറ്റിനെക്കാട്ടി ചെറിയൊരു സ്റ്റോപ്പ് ലോസും വേണം. അതായത് 1:2 1:3 എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ വേണം കയറാൻ. അപ്പോൾ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ കൂടെ പോയിട്ട് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഇവിടുന്ന് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ തന്നെ ചെറിയൊരു പാറ്റേൺ അവിടെ ഒരു ഫോം ആകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ബ്രേക്ക് നടക്കുവാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ചാർട്ടും അങ്ങനെയാണ്. മുകളിലോട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒറ്റ ഷോട്ടിൽ ഇങ്ങനെ കൃത്യം മുകളിലോട്ട് പോകണമെന്നില്ല. ചിലപ്പോൾ അതിങ്ങനെ ഒരു മൂവ്മെൻറ്റിന് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ട് പിന്നെ ആയിരിക്കും ഒന്ന് ബ്രേക്ക് ചെയ്ത് നല്ലൊരു പോക്ക് മുകളിലോട്ട് പോകുന്നത്, ഒരു റീടെസ്റ്റൊക്കെ ഇപ്പോൾ ഇത് എടുത്തിട്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ച് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഞാനതൊരു വീക്കിലി ടൈം ഫ്രെയിമാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പം ഞാനത് ചെറുതാക്കി വെക്കാം. എപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, എപ്പോഴും ഒരു നെഗറ്റീവ് കണ്ടീഷൻസ് എപ്പോഴും നമ്മളൊന്ന് കരുതിയിരിക്കണം. ഇതൊരു റെസിസ്റ്റൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ഇതൊരു പല റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ കാണുന്ന റെസിസ്റ്റൻസൊക്കെ ആ ഒരു ലൈനും അത് ബ്രേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം പറയുന്ന പോലെ എപ്പോഴും ഒരു നെഗറ്റീവ് കണ്ടീഷനോട് എപ്പോഴും മൈൻഡ് ചെയ്യണം. കാരണം എത്ര പെർഫെക്റ്റായിട്ട് ചാർട്ട് വരച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോർകാസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതേപടി തന്നെ ഒരിക്കലും ചാർട്ട് പോകണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധമില്ല. ഒരു 90% പോലും ഞാൻ പറയുന്നില്ല, ഒരു 70 to 80% വേണമെങ്കിൽ നമുക്ക് പ്രൈസ് ആക്ഷനിലൂടെ ഒക്കെ നമുക്കൊന്ന് പറയാം, അല്ലൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ ആഗ്രഹപ്രകാരം നമുക്ക് മുകളിലോട്ട് പോകണമെന്ന് തന്നെയാണല്ലോ ആഗ്രഹം. പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാധ്യതകളുള്ളൊരു പാറ്റേണായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കൊരു വ്യൂവിനനുസരിച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കയറുക. ഇപ്പം ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്തൊരു വ്യൂ കിട്ടുന്നില്ല വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങ് വിട്ടേക്കുക. കാരണം അത് നിങ്ങൾക്ക് അതിനകത്തൊരു വ്യൂ കിട്ടിയില്ല, അല്ല വലിയ കാര്യമൊന്നുമല്ല. പിന്നെ ലോകത്ത് എല്ലാവർക്കും ഒരേ വ്യൂ കിട്ടിയാൽ എല്ലാവരും ഒരേ ചാർട്ടിൽ കയറത്തില്ലേ? അങ്ങനെയൊന്നും ഇല്ല. ചിലപ്പോൾ ചിലവർക്ക് ഇന്ന ചാർട്ടിലൊരു വ്യൂ തോന്നത്തില്ല. അപ്പം മറ്റൊരു ചാർട്ട് കണ്ടെത്തുക, കയറുക എന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു മാർക്കറ്റ് കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.